ബീഹാർ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായി. രാഷ്ട്രീയ ചേരികളിലൊക്കെ കൊണ്ടും കൊടുത്തും മുന്നേറിയവർക്ക് ഇനി കാത്തിരിപ്പിൻ്റെ ദിനമാണ് ഒരു വശത്ത്. മറുവശത്ത് രണ്ടാം ഘട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി ഒരു 7 ദിവസം പ്രതീക്ഷകളുടെ നൗകയിൽ അവകാശവാദങ്ങൾ കൊണ്ട് കൊമ്പ് കോർത്ത് കാത്തിരിപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും. കഴിഞ്ഞ 2 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു ബീഹാറിൽ നടന്നത്. 64.46% പോളിംഗ് നടന്നു. ഇത് 20 വർഷത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ പോളിംഗ് ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 20 വർഷം മുന്നേ വർഗീയ ചേരിയിൽ ചേക്കേറി നേട്ടമുണ്ടാക്കിയ നിതീഷ് കുമാറിന് പക്ഷേ ബീഹാറി ജനതയുടെ ഇടനെഞ്ചിൽ സ്ഥാനം പിടിക്കാൻ കഴിയാതെ പഴികൾ ഇടതടവില്ലാതെ കേട്ട് മുന്നേറേണ്ട അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത്. പ്രായാധിക്യത്തിൻ്റെ അവശതകളിൽ വികസന മുരടിപ്പ് എന്നും അഴിമതിയുടെ കൂത്തരങ്ങായി സർക്കാർ മാറി എന്നതും BJPയുടെ പ്രത്യേകിച്ച് മോദിയുടെ കളിപ്പാവയായി നിതീഷ് ഭരണം നടത്തുകയാണ് എന്നതുമൊക്കെ മുൻനിർത്തിയാണ് ബീഹാറിൽ ജനം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയത്. അത് മഹാഗഠബന്ധന്റെ മുന്നേറ്റം തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി നയിച്ച വോട്ടധികാര യാത്ര ഈ യുവാക്കളെയും കർഷകരെയും ഗ്രാമീണരെയും സ്ത്രീകളെയും തൊഴിലാളികളെയും കണക്കിലെടുത്ത് നൽകിയ വാഗ്ദാനങ്ങളും മഹാഗഠബന്ധന് അനുകൂലമായി ബീഹാറിൽ ഉയർന്നു വന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. ബീഹാറിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ദരിദ്രരും അതിന് തൊട്ടുമുകളിൽ ഉള്ള ദരിദ്രരും ചേരുമ്പോൾ 63% വരുമെന്ന കണക്ക് ശരിയാണെങ്കിൽ ഇവരിൽ ഒരു മഹാഭൂരിപക്ഷം ആളുകളും ഭരണമാറ്റത്തിന് വോട്ട് ചെയ്തു എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. ബീഹാറിൽ 17.7% വരുന്ന മുസ്ലിം വിഭാഗത്തിലെ ഏകദേശം 15% മഹാഗഠബന്ധനെ പിന്തുണയ്ക്കും. അതിന് കാരണം ഭരണത്തിലിരിക്കുന്ന നിതീഷ് കുമാർ തന്നെയാണ്. അതായത് NDAയുടെ പാളയത്തിൽ ചേക്കേറി BJPയുടെ കക്ഷത്ത് തലവെച്ച് നടത്തിയ ഭരണപ്രവർത്തനങ്ങൾ, അതുമാത്രമല്ല BJP SIR വഴി മുസ്ലിം വിഭാഗത്തിനെ ഉന്നമിച്ച് നടത്തിയ നീക്കങ്ങൾ, വഖഫ് ഭേദഗതി ബിൽ വഴി മുസ്ലിം പീഡനം, വോട്ട് കൊള്ളയിൽ മഹാരാഷ്ട്രയിലും ഒറീസയിലും UPയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് തിരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയതടക്കമുള്ള പ്രവർത്തനങ്ങൾ മോദി വഴി നിതീഷിന് വിനയായി. അതുമാത്രമല്ല, ബീഹാർ പോളിംഗിൽ രാഹുൽ ഗാന്ധി തേജസ്വി തരംഗം ജൻസി വിഭാഗത്തിൻ്റെ ആവേശമായി മാറുകയായിരുന്നു. ജൻസി വിഭാഗം ഒന്നടങ്കം രാഹുലിനെയും തേജസ്വിയെയും വിശ്വാസത്തിലെടുത്തു. 21.53 ലക്ഷം വോട്ടർമാരെയാണ് പുതിയതായി ചേർത്തത്. ഇതിൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് BJP തങ്ങൾക്ക് അനുകൂലമായി തിരഞ്ഞെടുപ്പിനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, തട്ടിപ്പില്ല എങ്കിൽ 15% പേരെങ്കിലും മഹാഗഠബന്ധന് കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യാദവ് വിഭാഗത്തിൻ്റെ ഒരു വലിയ പിന്തുണ വർധനവ് ഇക്കാലയളവിൽ പ്രകടമായിട്ടുള്ളതിനാൽ സംസ്ഥാനത്ത് 14% വരുന്ന യാദവരിൽ 11% ആളുകളും തേജസ്വിയെ മുഖ്യമന്ത്രി പദത്തിൽ പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ വോട്ടാകുമ്പോൾ അത് എല്ലാം കൂടി 6% അനുകൂലമാകുമ്പോൾ ഒരു 80% വോട്ട് നേടി മഹാഗഠബന്ധൻ അധികാരത്തിൽ വരും എന്നതാണ് തെളിയുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് H-ഫയൽസ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു. S-ഫയൽ ഹരിയാനയിലെ വോട്ടുകൊള്ള പുറത്തുവിട്ടപ്പോഴും രാജ്യം തരിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെ വോട്ട് തട്ടിപ്പിൻ്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധി പറയുന്നു, ഇതല്ല ഹൈഡ്രജൻ ബോംബ്, ഇത് H-ഫയൽ മാത്രമാണ് എന്ന്. ഞാൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ H-ഫയൽസ് ഉൾപ്പെടെ കഴിഞ്ഞ 3 പത്രസമ്മേളനങ്ങളും വ്യക്തമായ തെളിവുകൾ നിരത്തി പുറത്തുവിട്ട വോട്ട് കൊള്ളയിൽ വ്യക്തത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയും ഇതുവരെ ഒന്നനങ്ങിയിട്ട് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങൾ അതീവ രഹസ്യമായി നടത്തിയ ഈ നീക്കം എങ്ങനെ പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയെന്ന അമ്പരപ്പിലാവും മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ മാത്യു ഫെറോ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ലാരിസ എന്ന ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രമെടുത്ത് ആ പേരിൽ 10 ബൂത്തിലായി 22 തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതിന് പിന്നാലെ ആ മോഡൽ രംഗത്ത് വന്ന് പ്രതികരിച്ചിട്ടും മോദിക്കോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ മിണ്ടാട്ടമില്ലാതായിരിക്കുകയാണ്. 45 മണിക്കൂറായി രാജ്യം സ്തബ്ധരായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ട് ഈ നിമിഷം വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണവും വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനിയും വരാനുണ്ട് കൊള്ളയുടെ നിറികെട്ട വഴികൾ. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെളിവുകൾ ബൈൻഡ് ചെയ്യപ്പെടുകയാണ്.
അതുടൻ പുറത്തു വരുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതുമാത്രമല്ല, ഡൽഹിയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത BJP നേതാക്കൾ ബീഹാർ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ബീഹാറിലും അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്ന ആശങ്ക ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ ജാഗരൂകനായി അശ്വാരൂഢനായി ആകാശവിധാനത്ത് നിന്ന് ഇങ്ങനെ ഇന്ത്യയെ വീക്ഷിക്കുമ്പോൾ പുതിയ തെളിവുകൾ ചുകയാണ് രാഹുൽ ഗാന്ധി. മോദിയുടെ പരാജയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഗതിമാറ്റത്തിന് കൂടിയാണ് വഴിവെക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അഭിമാനം വീണ്ടെടുക്കാൻ കാണിക്കുന്ന ആർജവം അത് നാളെ രാജ്യത്തിൻ്റെ അഭിമാന നിമിഷങ്ങളാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.